ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ലോകവ്യാപകമായി മാനസികാരോഗ്യ ചികിത്സയിൽ യൂസ് ചെയ്യുന്ന ഒരു സൈക്കോതെറാപ്പി അപ്രോച്ചിനെ കുറിച്ചാണ്. CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അടിസ്ഥാനപരമായി CBTയുടെ ആശയം വളരെ ലളിതമാണ്. ഒരു വ്യക്തിയുടെ തോട്ട്സും ഇമോഷൻസും ബിഹേവിയറും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് ലൈഫിലുണ്ടാകുന്ന ഒരു സംഭവമല്ല നമ്മൾ കൂടുതലും വിഷമ ഘട്ടത്തിലേക്ക് നയിക്കുന്നത്, മറിച്ച് ആ സംഭവത്തെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ എഫക്റ്റ്. ഒരു ഉദാഹരണത്തിന്, നിങ്ങളുടെ ഒരു പ്രസൻറ്റേഷന് ശേഷം നിങ്ങളുടെ ലീഡർ അതിലൊരു വിമർശനം ഉന്നയിച്ചു എന്ന് കരുതുക. നിങ്ങൾ ചിന്തിക്കുന്നത് അയാൾ എന്നെക്കുറിച്ച് മോശം കരുതും, എനിക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല എന്നുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്കൊരു വിഷമത്തിലേക്കും ഒരു ആങ്സൈറ്റിയിലേക്കും തുടർന്ന് അങ്ങോട്ട് അത്തരം പ്രസൻറ്റേഷനിൽ നിന്ന് പിന്മാറുന്നതിലേക്കും വഴിയൊരുക്കും. എന്നാൽ അതേ സാഹചര്യത്തിൽ ഈ വിമർശനങ്ങൾ ഒരു തെറ്റ് തിരുത്തുന്നതിന് സഹായിക്കുകയും അതുവഴി കുറച്ചും കൂടി ബെറ്ററായ രീതിയിലേക്ക് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയും എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികപരമായ ഒരു വിഷമം അയാൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. CBT അപ്രോച്ചിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഈ ഓട്ടോമാറ്റിക്കായ നെഗറ്റീവ് ചിന്തകളെ മനസ്സിലാക്കുന്നതിനും തിരിച്ചറിഞ്ഞ് യുക്തിസഹമായ രീതിയിൽ അതിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ബെറ്ററായ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ CBT എന്നുള്ളൊരു അപ്രോച്ചിലൂടെ കടന്നു പോകുമ്പോൾ വഴിയൊരുക്കുന്നു. ഇതൊരു പോസിറ്റീവ് തിങ്കിങ് ജനറേറ്റ് ചെയ്യുന്നൊരു കോണ്ടക്സ്റ്റിലല്ല ഈ ഒരു തെറാപ്യൂട്ടിക് വേ വർക്ക് ചെയ്യുന്നത്, മറിച്ച് വസ്തുതാപരമായി മനസ്സിലാക്കുന്നതിനും ഒരു റിയാലിറ്റി ഓറിയൻറ്റഡായി അല്ലെങ്കിൽ ഒരു റിയാലിറ്റി തോട്ടിലേക്ക് ഒരു വ്യക്തിയെ നയിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു.